ആത്മീയ നിർവൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാ ക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി 20-ന് തിരിതെളിയുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി 27-നാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ. കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യാവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ആറ്റൂരിലേക്ക് ഭക്തിപൂർവ്വം ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ചേലക്കരയിൽ. വികസന മുന്നേറ്റ ജാഥയുടെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. ചേലക്കരയുടെ മണ്ണിൽ ചുവപ്പിരമ്പം തീർക്കാൻ LDF സംസ്ഥാന കമ്മിറ്റിയുടെ തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ നാളെ എത്തുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ബൃഹത്തായ രാഷ്ട്രീയ മാമാങ്കത്തിന് വേദിയാകാൻ ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരം സർവ്വസജ്ജമായി കഴിഞ്ഞു. നാളെ വൈകിട്ട് കൃത്യം 4 മണിക്ക് മുഖ്യമന്ത്രി പതാക ഉയർത്തുന്നതോടെ ജാഥയ്ക്ക് ആവേശകരമായ തുടക്കമാകും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ക്യാപ്റ്റനായുള്ള ജാഥയിൽ CS സുജാത, M സ്വരാജ്, അഡ്വക്കേറ്റ് P വസന്തം, VT ജോസഫ് തുടങ്ങിയ പ്രമുഖ നേതാക്കളാണ് അണിനിരക്കുന്നത്. ഉദ്ഘാടന വേദിയായ ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനവട്ട മിനുക്കുപണികൾ അന്തിമഘട്ടത്തിലാണ്. ഏരിയ കമ്മിറ്റി സെക്രട്ടറി KK മുരളീധരൻ, ഗോകുലം ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ നേരിട്ടെത്തിയ ഒരുക്കങ്ങൾ വിലയിരുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള തെക്കൻ മേഖലാ ജാഥ CPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥ നാളെ വൈകിട്ട് 5 മണിക്ക് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ PB മെമ്പറും കൂടിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ജാഥയുടെ വിപുലമായ ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ചേലക്കര അസംബ്ലി മണ്ഡലത്തിലെ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇതിനകം നടന്നു വരികയാണ്. ജാഥ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ജാഥയെ ഗംഭീരമായ വരവേൽപ്പാണ് ചേലക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്നൊട്ടും തന്നെ പുറകോട്ട് പോകാതെ ഈ ജാഥയും വരവേൽക്കാൻ വേണ്ടി ചേലക്കരയും സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും അനുഭവിക്കുകയും നേരിൽ കണ്ടിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ ആഭാലവൃദ്ധം ജനങ്ങളും ഈ ജാഥയെ സ്വീകരിക്കാനും വരവേൽക്കാനും ചേലക്കരയിലേക്ക് നാളെ ഒഴുകിയെത്തും എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ താഴെ ഊർജിതമായി നടന്നു വരികയാണ്. കേന്ദ്ര ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും സംസ്ഥാനത്തിനെതിരെയുമുള്ള കുപ്രചരണങ്ങൾക്കുമെതിരെ വികസന നേട്ടങ്ങൾ വിളിച്ചോതിക്കൊണ്ടുള്ള ഈ ജാഥ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. CTV ന്യൂസ്, ചേലക്കര.